ഇച്ചാക്ക മമ്മൂട്ടി സാറിന് ആര് കണ്ടാലും ഓടിച്ചെന്ന് സംസാരിച്ചൊരു ഫോട്ടോ എടുക്കും. അപ്പം ഞാൻ നമ്മുടെ മുകളിൽ ഞങ്ങൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഫുഡ് ഇഡ്ഡലി ഓർഡർ ചെയ്തിട്ട് ഞാനിങ്ങനെ കഴിക്കാതിരിക്കും. അപ്പോൾ ലിഫ്റ്റിൽ നിന്ന് ജസ്റ്റ് കയറി വരുന്നു, ബാക്ക് സൈഡിൽ നമ്മുടെ ആരാണ് മമ്മൂക്കയുടെ ആരാണ് നമ്മുടെ പി എ ജോർജ് ഏട്ടൻ. യെസ്, ജോർജ് ഏട്ടൻ വന്നിട്ട് ബാക്കിൽ നിന്ന് പറയുന്നത് സുമ നിൽക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ സ്പീഡിൽ വരുന്ന മമ്മൂട്ടി സാർ എന്ത് ചെയ്തു, അവിടെ നിന്നു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ വേഗം അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് ഞാൻ ഇച്ചാക്ക സുഖമായിട്ടിരിക്കുന്നു കുറച്ച് നേരം സംസാരിക്കും. എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡാണ് ലല്ലു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മമ്മൂട്ടിയെ നോക്കിയിട്ട് സാറിനെ നോക്കിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മമ്മൂട്ടി സാറിന് ഏകദേശം മനസ്സിലായി അദ്ദേഹം കുറച്ച് റിസർവ്ഡ് ആണ്. അല്ലെങ്കിൽ ഫുഡിൻ്റെ അടുത്ത് നിന്ന് ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന എന്താ ഫുഡിൻ്റെ അടുത്ത് ആരെ കണ്ടാലും എണീക്കേണ്ടാന്ന്. അപ്പം അതുകൊണ്ടായിരിക്കണം നോ പ്രോബ്ലം എന്ന് വന്നു. അത് എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് മക്കളൊക്കെ ആയോ എന്ന് ചോദിച്ചു. ഇല്ല ആയിട്ടില്ല, ട്രീറ്റ്മെൻറ്റിലാണെന്ന് പറഞ്ഞു. വേഗം ആകട്ടെ എന്ന് പറഞ്ഞു. എവിടെ പോകുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഈജിപ്തിൽ പോവാണ്. നീ ഈജിപ്തിലാണോ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇല്ല ജോർദാനിൽ പോവാണ് എന്ന് പറഞ്ഞു. ജോർദാനിലാണോ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇല്ല ജസ്റ്റ് കാണാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കണ്ടെങ്കിലും ബാക്കി ചില ആൾക്കാരാണെങ്കിൽ എണീറ്റ് അപ്പം തന്നെ ആന്ന് പറഞ്ഞ് ഓടി വരും. അങ്ങനെ ആ ഒരു വ്യക്തി അങ്ങനെയല്ല.